നേരത്തെ തന്ന ഹോംവർക്ക് അത് ചെയ്തത് കുറേ ശരിയുണ്ട്, കുറേ തെറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നും കൂടെ ചെയ്യും. ഒന്ന് ചെയ്ത് തരാം. ആദ്യം √x √3x² പ്ലസ് 10x പ്ലസ് 7√3 = 0. ഇത് സോൾവ് ചെയ്യാനാവും. അത് ആ ഫോർമുല ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. b² - 4ac ഈക്വൽസ് 10² - 4 × √3 × 7√3. 10² 100 minus √3 × √3 3 × 4 12 12 × 7 84 is equal to 60. Root b² - 4ac equals √16 = 4. X minus b plus or minus root of b² - 4ac by 2a equals -10 plus or minus 4 by 2 equals -10 plus 4 by 2√3 -10 minus 4 by 2√3 equals -10 plus 4 -6 by 2√3 -10 minus 4 -14 by √3 2√3. ഇത് റെഡ്യൂസ് ചെയ്ത -3 by √3. ഇത് -7 by √3. -3 by √3 -7 by √3. അത് വേണമെങ്കിൽ ഇതൊന്ന് ലഘൂകരിക്കാം. ഡിനോമിനേറ്ററിൽ √3 ഒഴിവാക്കാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിലെ √3 കൊണ്ട് ഗുണിക്കുക. അപ്പം -3 √3 ന്യൂമറേറ്ററിൽ വരും. √3 × √3 3 3 ക്യാൻസൽ ചെയ്താൽ -√3. ഒരു വാല്യൂ -√3 അടുത്ത വാല്യൂ -7 by √3. ഇതിനെ വേണേ എങ്ങനെയാണ് -7 × √3 by √3 × √3 equals -7 √3 by 3. പക്ഷെ അത് ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് 3 ഒഴിവായിട്ട് ഇതും ആൻസർ തന്നെയാണ് -3 by √3. പക്ഷെ -3 ആക്കുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമുണ്ട്. ഇനി അടുത്തത് x² plus 2√2x minus 6 is equal to 0. b² - 4ac 2√2² minus 4 × 1 × -6 2√2². 2² 4 √2² 2 minus minus × minus plus 4 × 6 24 8 plus 24 is equal to 32. Root of b² - 4ac equals √32. അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. √2 × 60 equals 4√2. x is equal to -b -2√2 plus or minus 4√2 by 2.
that is minus 2 root 2 plus or minus 4 root 2 by അപ്പോൾ minus 2 root 2 plus 4 root 2 2 root by 2 minus 2 root 2 minus 4 root 2 6 root 2 minus 6 root 2 by 2 2 by root 2 minus 6 root 2 by 3 minus 3 root root 2 and minus 3 root. And next step, check whether 3 is a root of the equation 2x square minus 8x plus 6 is equal to 0. X in 3 എന്ന വാല്യൂ കൊടുത്താൽ ലെഫ്റ്റ് സൈഡിൽ എക്സ് 3 എന്ന് കൊടുത്താൽ റൈറ്റ് സൈഡ് 0 കിട്ടും നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽസ് 2 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 3 പ്ലസ് 6 ഇത്രയും ചെയ്താൽ മതി. അതിൻ്റെ റൂട്ട് കാണാൻ പോകുന്നു. അത് 0 ആ കിട്ടുമെന്ന് നോക്കിയാൽ ഈക്വൽസ് 2 ഇൻറ്റു 9 മൈനസ് 8 ഇൻറ്റു 3 ഇൻറ്റു 6 8 ഇൻറ്റു 3 24 പ്ലസ് 6 18 minus 24 plus 6 18 plus 6 24 24 minus 24 is equal to 0 equals R. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലെ എക്സിന് 3 എന്ന് കൊടുത്താൽ റൈറ്റ് ഹാൻഡിലെ 0 കിട്ടും. therefore 3 is a root. അപ്പോൾ 3 ഒരു റൂട്ടാണ്. ഇവിടെ 0 കിട്ടിയില്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോയി റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 3 റൂട്ടല്ല. അപ്പോൾ 3 റൂട്ടാണ്. നെക്സ്റ്റ്, if x is equal to 3 is one of the root of the equation x square minus 2k minus 6 is equal to 0, find the k. x 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 square minus 2k minus 6 is equal to 0. 3 square 9. 9 minus 2k minus 6 is equal to 0. 9 minus 6 3. 3 minus 2k is equal to 0. 2k പതിവില്ല. 3 is equal to 2k. k is equal to 2 by 2. 3 by 2. k യുടെ വാല്യൂ 3 by 2. If x is equal to 3, minus x square solve minus x square plus 20x minus 100 is 0. ഇത് പോസിറ്റീവ് ആക്കിയാൽ x square minus 20x plus 112 is equal to 0. രണ്ട് സൈഡിൽ നെഗറ്റീവ് ആക്കുക. അപ്പോൾ നെഗറ്റീവ് x square പോസിറ്റീവ് ആവും, 20x minus 20x ആവും, minus 112 plus 100 ആവും, 0ക്ക് മാറ്റം കഴിയും. p square minus 4x minus 20 square minus 4 into 1 into 112 is equal to 400 minus 448 equals minus 48 less than 0. No root. പിന്നെ റൂട്ട് കിട്ടില്ല. ഈ സ്ക്വയർ മൈനസ് 4 0 കുറവാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ റൂട്ട് ഉണ്ടാവില്ല.
പറഞ്ഞുകൊണ്ട് റൂട്ട് 2 എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 5 റൂട്ട് 2 is equal to 0. അത് സോൾവ് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽസ് മൈനസ് 7 സ്ക്വയർ minus 4 into root 2 into 5 root 2. 7 square 49 minus root 2 into root 2, 2 into 5 10, 10 into 4 40 equals 9. Root of b square minus 4ac equals root 9 equals 3. X minus 7 plus or minus b minus 7 plus or minus 3 by 2 root equals minus 7 plus 3 minus 4 by 2 root. Minus 7 minus 3 minus 10 by 2 root. 4 2 minus 2 by root. Minus 2 by root minus 5 by root. ഇത് വേണമെങ്കിൽ മൈനസ് 2 by root 2 വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ഡിനോമിനേറ്റർ റൂട്ട് കളയാം. minus 2 root 2 by root 2 into root 2. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ റൂട്ട് കൊണ്ട് ഗുണിക്കുക. minus 2 root 2 by root 2 into root 2. root 2 പോയി മൈനസ് റൂട്ട് 2. ഒരു വാല്യൂ മൈനസ് റൂട്ട് 2, അടുത്ത വാല്യൂ മൈനസ് 5 by root 2. ഇതിനങ്ങനെ മാറ്റണമെന്നില്ല. മാറ്റി കഴിഞ്ഞാലും ഈ റൂട്ട് 2നെ മുകളിൽ കൊണ്ടായാലും ഡിനോമിനേറ്ററിൽ പദം ഉണ്ടാവും. ഇവിടെ 2 പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെ തന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ആൻസർ തന്നെ. ഇതാണ് ഹോംവർക്ക്. ഇനിയിപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാൽ റൂട്ട് 2 റൂട്ട് 3 അങ്ങനെയുള്ളതൊക്കെ കൺഫ്യൂഷനുള്ള വന്നു കഴിഞ്ഞാൽ ഫോർമുല ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നെക്സ്റ്റ്, if third and the balance of the questions of mathematics progression, if third and ninth terms of an AP are 4 and minus 8 respectively, which term of this AP is 0? Third and fourth ninth terms, third and ninth terms, third ninth terms of an AP are 4 and minus 8. 4 and minus 8 respectively, which term of this AP is 0? Let A first term, D common difference. ഇതെന്താണ് ഉപയോഗിക്കുക? Third term A plus 2D. തേർഡ് ആകുമ്പോൾ ഒന്നും കുറച്ച് ഈക്വൽസ് 4. Ninth term A plus 8D is equal to minus 8. The equation 1, the equation 2. ഇനി A എലിമിനേറ്റ് ചെയ്യാം. 1 ന് 2 കുറച്ചാൽ A plus 2D is equal to 4. 1 കുറച്ചാൽ A 0, A eliminate ചെയ്യും. 8D minus 2D 6D. Minus 8 minus 4 minus 12 D. Minus 12 by 6 is equal to minus 2. Common difference minus 2. അത് ഒന്നി കൊടുക്കുക. A plus 2 into minus 2 is equal to 4. A minus 4 is equal to 4. Therefore, A is equal to 4 plus 4, 8.
First term is 8, common difference minus 2. Then which term of the progression is 0? Let nth term is 0. Let nth term is 0. For nth term, a plus n minus 1d is equal to 0. A 8 n minus 1 into minus 2 is equal to 0. 8 നമുക്ക് n കാണുന്നേക്കാൾ എളുപ്പം n minus 1 കാണണം. n minus 1 into minus 2 is equal to 8 അപ്പുറത്തേക്ക് കൊണ്ടുപോകും minus 8. Then n minus 1 is equal to minus 8 divided by minus 2. ഗുണിച്ചേക്കണം minus 2-നെ ഗുണിച്ച സംഖ്യ ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് ഡിനോമിനേറ്റർ വരും. ആഡ് ചെയ്താണെങ്കിൽ അവിടെ സബ്സ്ട്രാക്ഷൻ ആവും. പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇൻറ്റു എന്നുള്ളത് ഡിവൈഡ് ബൈ ആവും, ഡിവൈഡ് ബൈ ഇൻറ്റു. minus 8 by minus 2 4. n minus 1 4. n is equal to 4 plus 1 is equal to 5. Fifth term is 0. And here first term 8, second term 2 കുറച്ച് 6, അടുത്ത് 2 കുറച്ച് 4, 2 കുറച്ച് 2, 2 കുറച്ച് 6. അപ്പോൾ 8 6 4 2 6. Next, the 17th term of an AP exceeds its 10th term by 7. Find the common difference. 17th term of an AP exceeds 10th term by 7. Please render note. Exceeds 10th term by 7. Find the common difference. 17th term a plus first term is a, common difference b. അത് ആദ്യം എടുക്കുക. 7a plus 16d equals 17th term of an AP exceeds its 10th term. 10th term a plus 9d. ഇതിനേക്കാളും exceeds 17th term AP exceeds 10th term by 7. 10th termേക്കാളും 7 കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. a plus 16d equals a plus 9d plus 7. അപ്പോൾ a cancel. 16th d is equal to 9th d plus 7. 7 ഇപ്പുറത്തേക്ക് 9th ഇപ്പുറത്തേക്ക് കൊടുക്കുക. 16d minus 9th d is equal to 7. That means 5d. 7d is equal to 7d is equal to 1. Common difference is 1. Next. അപ്പോൾ എക്സീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല മാത്രം എഴുതിയാണ്. അതിന് കിട്ടും ഡി. ഡി കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. വിച്ച് ടൈം ഓഫ് ദ AP 3, 15, 27, 39 etc. will be 132 more than its fifth term. Will be 132 more than its fifth term. ഇതിനകത്ത് ഏത് ടൈമാണ് ഫിഫ്ത്ത് ടൈമിനേക്കാളും 132 കൂടുതലുള്ളത്? AP തന്നിട്ടുണ്ട് A 3, D 50 minus 3 12. A 54th term. 54th term.
is equal to a plus 53d equals 3 plus 53, 3 into 12, 3 plus 636, 12 3 36 3 15 63 63 is equal to 639. ഈ 54-നേക്കാളും 132 കൂടുതലുള്ള ടൈം ഏതാണ്? ലെറ്റ് an is the term which exceeds 54th term by 132. Therefore, a plus n minus 1d, a plus n minus 1d equals into that a 3 plus n minus 1 into d 12, which is equal to 639 plus 132. That means അപ്പോൾ എന്ത് ഡേവാണ് നമ്മൾ അഷ്യൂം ചെയ്യുക? എന്ത് ഡേവ് എ പ്ലസ് എൻ മൈനസ് 1 ഉണ്ട്, 3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽസ് 639 പ്ലസ് 130. ഈ ടേമിനേക്കാളും 132 കൂടുതൽ, അപ്പോൾ 639-നേക്കാളും 132 കൂടുതൽ. 3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽസ് 639 പ്ലസ് 132. 11 1 7 7 7 7 1. n minus 1 into 12 is equal to 7 7 1 minus 3. നിങ്ങൾ മാറ്റി minus 3. 3 കുറച്ചാൽ 7 6 8. Therefore, n minus 1 equals 768 by 12. 768 ने 12 കൊണ്ട് 6 72 48 4 is equal to 64. n minus 1 64. n equals 64 plus 1 is equal to 65. Therefore, 65th term is the required answer. Two APs have the same common difference. Difference between their 100th term is 100. What is the difference between their 1000th terms? So, let A1, A2 are the first terms of both of the APs. First AP A1, second AP A2 എടുക്കുക. First term. Let D is the common difference. രണ്ടിനെയും കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്, അത് D ആണ് നമുക്കുള്ളത്. അപ്പോൾ 100th term of first AP A1 plus 99D hundredth term of second AP, second A2 plus 99D
ഈ ഡിഫറൻസിൻ്റെ ആംഗിളാണ് A1 പ്ലസ് 99D മൈനസ് A2 പ്ലസ് 99D is equal to 100. അപ്പോൾ A1 plus 99D, A2 plus 99D. ഒന്നിനൊന്നും ഫസ്റ്റിന് സെക്കൻഡ് കുറയ്ക്കുക. A1 minus A2 ഇത് 0 ആണ് ഈക്വൽസ് 100. A1 minus A2 is equal to 101. First equation. Then what is the difference between their 1000 times? First AP 1000 times A1 plus 999D. Second AP 1000 times A2 plus 999D. Difference A1 minus A2 plus 0. A1 minus A2 is equal to 100. അത് കണ്ടത് രണ്ട് A1 by A2. അപ്പോൾ 100 ടൈംസ് കൊണ്ടുള്ള ഡിഫറൻസ് തന്നെ 1000 ടൈംസിനുണ്ട്. ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ഏതായാലും കോമൺ ഡിഫറൻസ് രണ്ടിനും ഈക്വലാണ്. അതുകൊണ്ട് രണ്ട് ടൈമിലുള്ള ഡിഫറൻസ് ഒക്കെ ഒരേ സംഖ്യ. ഇനി how many 3 digits numbers are divisible by 7? How many 3 digits numbers are divisible by 7? എത്ര 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 3 digits നമ്പർ എത്ര ഉണ്ട്? സ്മോളസ്റ്റ് 3 digit number 100. Highest 3 digit number 999. ഇതിനിടയിൽ 100 തൊട്ട് 999 ഉള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. എപിയുടെ ആദ്യത്തെ ഫസ്റ്റ് ടേം 100-നേക്കാളും കൂടുതലും ഇതിനിടയ്ക്കുള്ള 7 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതിന് എത്ര കൂട്ടണം നോക്കണമെങ്കിൽ 100-നെ 7 കൊണ്ട് ഹരിക്കുക. 1 7 3 30. 30 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 30 ഹരിക്കണമെങ്കിൽ എത്ര കൂട്ടണം? 5 into 7 35. അപ്പോൾ ഫസ്റ്റ് ടേം A equals 105. ഇനി ലാസ്റ്റ് ടേം അത് കിട്ടണമെങ്കിൽ 999-ലെ 7 കൊണ്ട് ഹരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് എത്ര കുറയ്ക്കണമെന്ന് പുറയിൽ എത്ര കുറയും? 1 7 2 29 4 28 90 2 40 5 5 19 ലാസ്റ്റ് തന്നെ. 2 തവണ 7 14 വരെ പറ്റുള്ളൂ. 37 വരുമ്പോൾ 19 അപ്പുറം കിടക്കും. എന്ന് പറഞ്ഞാൽ 999 അപ്പുറത്തേക്ക് പോകും. അതിന് ഇപ്പുറത്ത് വരണം. 999 തന്നെ ആയാലും കുഴപ്പമില്ല, അതിൻ്റെ പുറത്തോട്ട് കുറയില്ല, 5 കുറവ്. അപ്പോൾ AN അത് എന്ത് ടൈമാണെന്ന് കരുതുക.
last term or nth term. an 999 5 കുറയ്ക്കുക 994. അപ്പം എ പി ഇതാണ് 105 7 കൂട്ടി 1112 7 കൂട്ടി 119 എക്സെട്രാ അപ് ടു 994. ഇതാണ് 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. ഇനി ഇത് ഹൗ മെനിയാണ് വരും, എത്ര എണ്ണം? അപ്പോൾ എന്ത് ടേമാണ് 994? a പ്ലസ് n മൈനസ് 1 d is equal to 994. a 104 പ്ലസ് n മൈനസ് 1 into കോമൺ ഡിഫറൻസ് 7 കൊണ്ട് ഹരിക്കുന്ന ആളുടെ 7 9994. n minus 1 into 7 equals 994 minus 105 equals 994 into 105 കുറയ്ക്കുക 889. n minus 1 into 1 into 7 889. n minus 1 is equal to 889 by 7. 889 is 700. 1 7 1 8 2 14 4 9 7 49 127. Therefore n is equal to 128. So hence there are 128 numbers between 128 numbers 128 3-digit numbers divisible by 7. Next, how many multiples of 4 lie between 10 and 250? How many multiples are there between 10 and 250? 10 ന് 250 ഇടയ്ക്ക് എത്ര 4ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്? ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെയാണ് 10 4ന്റെ മൾട്ടിപ്പിൾ ഇല്ല, അതിന് തൊട്ട് മുമ്പിലുള്ള കണ്ടുപിടിക്കുക എത്ര കൂട്ടണം എന്ന് നോക്കും. 250 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അതിന് തൊട്ട് പിന്നിലുള്ളത് മുന്നിലുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ 10നെ 4 കൊണ്ട് ഹരിക്കുക 1 4 6. അപ്പോൾ 6നെ 4 കൊണ്ട് 2 2 8 8 2 2 ബാക്കി എത്ര കൂട്ടിയാലേ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ? ഒരു 2 കൂടെ പോകും, അപ്പോൾ 12. ഇനി 250നെ 4 കൊണ്ട് ഹരിക്കുക എത്ര പുറകെ കിട്ടും? ഇവിടെ എത്ര കൂട്ടണം നോക്കണം, ഇവിടെ എത്ര കുറയ്ക്കണം നോക്കണം. 6 24 10 2 8 ബാലൻസ് 2 അപ്പോൾ ബാലൻസ് 2 വരും. ഈ 2 അങ്ങ് ഒഴിവാക്കിയാൽ ഇവിടെ ബാലൻസ് 2 കൂട്ടി ഇത് ഇവിടെ 2 ഒഴിവാക്കും. അപ്പോൾ 248 ഇത് 48 ആയിരുന്നെങ്കിൽ ഇവിടെ 8 ആയിരുന്നെങ്കിൽ പറ്റിയാൽ അപ്പോൾ 248 12 16 20 എക്സെട്രാ 248. ഇതാണ് പ്രോഗ്രഷൻ. ഇനി നമ്പർ എഴുതണം. ലെറ്റ് 248 is the nth term.
nth time means a plus n minus 1 into d is equal to 248. A 12 plus n minus 1 into 4. D is always 4. D is equal to 4. A 12 D 4 equals 248. n minus 1 into 4 equals 248 minus 12. 12 അപ്പുറത്തേക്ക് എടുക്കും. 236. Therefore, n minus 1 equals 236 divided by 4. 59. N is equal to 59 plus 1, 60. There are 60 multiples of 4 between 10 and 250. For what value of n are the nth terms of two APs? 63, 65, 67, etc. and 3, 10, 17, etc. are equal. For what value of n are the nth terms of two APs? രണ്ട് എ പിയുടെ nth terms. എന്നിന് ഏത് വില കൊടുത്താലാണ് nth terms ഇല്ലാവുന്നത്? അല്ലെങ്കിൽ എത്രാമത്തെ ടേമാണ് ഈ രണ്ട് എ പിയുടെ ഈക്വൽ വരുന്നത്? For what value of n are the nth terms of two APs? 63, 65, 67, etc. 63, 65, 67, etc. and 3, 10, 17, etc. ഈ രണ്ട് എ പിയിൽ തുല്യമായി വരുന്ന nth ടേം ഏതാണ്? അതാണ് വേറെ വിധത്തിൽ പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ആർ ദ nth ടേംസ് ഓഫ് two APs are equal. So first AP A63 D2. For required AP nth day first AP nth day a plus n minus 1 into 2 equals 63 plus 2n minus 2 equals 65 plus 2n. Sixty-one plus 12. അതിനെ 2n plus 61 എഴുതുക. ഇത് 1 ഫസ്റ്റ്. ഇനി സെക്കൻഡ് എ പി A3 D7 A3 D7 nth term A plus n minus 1 D 3 plus n minus 1 into 7 is equal to 3 plus 7n minus 7 equals 7n 3 minus 7 minus 4. This is 2.
ഇത് ഫസ്റ്റ് എ പിയുടെ എൻഡ്, ഇത് സെക്കൻഡ് എ പിയുടെ എൻഡ്. ചോദിച്ചാൽ എന്താ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ ഇഫ് ദ എൻഡ് ടൈം ഓഫ് ദീസ് ടു എ പീസ് ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആകുന്ന ഒരു ലൈനിൻ്റെ വില എന്ന് പറഞ്ഞാൽ ലെറ്റ് 1 ഈസ് ഈക്വൽ ടു 1 2 ഈക്വൽ ആണ് കണക്കൂട്ടുക. 2n പ്ലസ് 61 ഈക്വൽസ് 7n മൈനസ് 4 ഇക്വേഷൻ കിട്ടും. പിന്നെ എന്നിൻ്റെ വില കണ്ടുപിടിക്കും. തിരിച്ചെഴുതുക. 7n മൈനസ് 4 ഈക്വൽസ് 2n മൈനസ് 2n പ്ലസ് 61. 2n ഇങ്ങോട്ട് എടുക്കുക, മൈനസ് 4 അങ്ങോട്ട് എടുക്കുക. 7n 2n ഇവിടെ വരുമ്പോൾ മൈനസ് 2n ആണ്. മൈനസ് 4 അവിടെ ചെല്ലുമ്പോൾ പ്ലസ് 4 ആവും. ഇത് അവിടെ ചെല്ലുമ്പോൾ പ്ലസ് 4 ആവും. 61 2n ഇവിടെ വരുമ്പോൾ മൈനസ് 2n ആവും. അപ്പോൾ 5n ഈക്വൽ 65. n 65 by 5 30. Therefore value of n is 30. Or 13th term is of both APs are equal. Next, determine the AP whose third term is 16, seventh term exceeds the fifth term by 12. AP whose third term is 16. Determine the AP whose third term is 16. Determine the AP whose third term is 16. Seventh term exceeds the fifth term by 12. Seventh term exceeds fifth term by 12. Fifth term by 12. Third term 16 ആണ്. Seventh term exceeds fifth term by 12. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ബിയും എന്ന് കൂട്ടും. അപ്പോൾ തേർഡ് ടേം എ പ്ലസ് 2d ഈസ് ഈക്വൽ ടു 60. അത് 1 ആയിട്ട് കൊടുക്കും. സെവൻത് ടേം ഈസ് ഈക്വൽ ടു fifth term plus 12. Seventh term a plus 60. Fifth term a plus 4b plus 12. A plus 60 is equal to a plus 4b plus 12. A പോയി 6d minus 4d, ആ 4d ഇങ്ങോട്ട് ഈക്വൽസ് 12. 2d 12, d 6. ഡിയുടെ വാല്യൂ കിട്ടി 6. അപ്പോൾ അതിന് ഫസ്റ്റ് വാല്യൂ കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. അപ്പോൾ എ കിട്ടി. ഇപ്പോൾ എ പ്ലസ് 2d 16 ആണ്, d 6. അപ്പോൾ എ പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. Substitute this value of d in 1. A plus 2 into 6 equals 16. A plus 12 is equal to 16. A is equal to 4. Ability. A for d6. അപ്പോൾ AB A4 plus 6 10 plus 6 16. Then 4 times 60. Find the 20th term.
From the last term of the AP, find the 20th term from the last term of the AP. 3, 8, 13 to 253. Find the 20th term from the last term of the AP. 3, 8, 13 and 350. Find the 20th term. A3, D5. For nth term, let nth term a plus n minus 1d equals 3 plus n minus 1 into 5 equals 3 plus 5n minus 5 equals 5n minus 3. Five n minus 3 equals 353. 5n 353 plus 3 356 n. n minus 1 बच जाएगा 3 plus 5n 3 into n minus 1 into 5 is equal to 350. ഇത് എന്തിലെ ഇതായിട്ട് കണക്കൂട്ടുക. Let nth term is 353. ആ n എത്ര നോക്കിയാൽ n minus 1 into 5 equals 353 minus 3 350. n minus 1 equals 350 by 5 70. n is equal to 71. കുഴപ്പമൊന്നുമില്ല 353 ആവട്ടെ ടെക്സ്റ്റിനകത്ത് 353 ആണ്. കഴിയുമ്പോൾ 353 എന്നുള്ള കുഴപ്പം എന്നാലും 71. So 71th term. There are 71 terms in the given AP. Then 20th term. 20th term from the last term. 20th term from the last term means 71 in the 20th. അപ്പോൾ എത്ര ആവട്ടെ? ിൽ 21 കുറച്ചാൽ 51. 51st term. 3 plus 50 into D. 50 into D 5. So you will do 3 plus 250. 253. ഇനി
എക്സിനകത്തെ പോലെ 253 ആണെന്ന് എഴുതുക. അപ്പോൾ 353 ആയതുകൊണ്ടല്ലേ ഇത് കിട്ടി. ഇനി 253 ആണെങ്കിൽ 3 പ്ലസ് n-1 into 5 is equal to 250. അപ്പോൾ n-1 into 5 is equal to 253 minus 3, 250. n-1 is equal to 250 by 5, 50. n is equal to 51. 51. 20 ഇപ്പുറത്താണെങ്കിൽ 51 20 കുറച്ചാൽ 31st. അപ്പോൾ 31st 3 plus 30 into 5, 3 plus 150, 153. Next, the sum of the 4th and the 8th terms of an AP is 24. Sum of the 6th and 10th terms of AP is 44. Find the first 3 terms of the AP. Sum of the 4th and the 5th, 8th terms. 4th, A plus 3D. 8th, A plus 70. 6th, A plus 5D. 10th, A plus 90. Sum of the 4th and 8th terms of the A plus 3D plus A plus 7D equals 24. 6th and 10th, A plus 5D plus A plus 9D is equal to 44. ഇത് രണ്ട് ഇക്വേഷൻ. അപ്പോൾ A plus A 2A, 2A plus 10D equals 24. 1. 2A plus 14D is equal to 44. 2. ഇത് രണ്ട് ഇക്വേഷനാണ്. A എലിമിനേറ്റ് ചെയ്യാം. 2 ൽ നിന്ന് 1 കുറച്ചാൽ മതി. 2 minus 1. ഇവിടെ 1 ഒന്നുകൂടെ എഴുതി. 2A plus 10D is equal to 24. 1 കുറച്ചാൽ ഇവിടെ 0. 14D minus 24D 20. D 20 by 4 is equal to 5. T is equal to 5. ഫസ്റ്റ് കൊടുക്കുക. ടു എ പ്ലസ് 10 into 5 is equal to 24. 2a plus 50 is equal to 24. 2a 24 minus 50
equals minus 26. A minus 26 by 2 minus 30. So first we write 30. Minus 30 first. Second plus 5. Minus 8. Third plus 5 minus 3. First 3 times. Minus 13 minus 8 minus 3. Ini. Next. Subarao started work in 1995 at an annual salary of rupees 5,000 and received an increment of 200 each year. In which year did his income reach 7,000? അത് ഹോംവർക്കാവും. Subbarao started to work in 1995. Subbarao is started to work in 1995 at an annual salary of rupees 5,000 and received increment rupees 200 each year. Subarao 95 തുടങ്ങി, annual salary 5,000, increment 200 each year. In which year did he get an income of 7,000? 5,000 രൂപ ശമ്പളം തുടങ്ങി, ഇൻക്രിമെന്റ് 200 കൊല്ലം, എത്ര വർഷം കഴിയുമ്പോൾ 7,000 ആവും? ഏത് കൊല്ലം? അപ്പോൾ 80 ആണ്. 5,000 തുടങ്ങുക, 5,000, 200 ഇൻക്രിമെന്റ് ഓരോ കൊല്ലം. 95 ഇപ്പോൾ 96 200 കൂടും, 97 200 കൂടും. അപ്പോൾ ഇങ്ങനെ പോയാൽ 7,000 എവിടെ എത്തി എന്ന് പറഞ്ഞാൽ എന്ത് ടൈം 7,000 കഴിഞ്ഞു, ഫസ്റ്റ് ടൈം 5,000, ഡി 200. ആ എം കണ്ടുപിടിച്ചാൽ. ഇനി അടുത്തത് ഇതൊന്ന്. Ramkali saved rupees 5 in the first week of a year. And then increased her weekly savings by rupees 175. If in any week her weekly savings become 20.75 years. Ramkali saved rupees 5 in the first week of a year. The first week of a year. And then increased their weekly savings. Increase weekly savings by rupees 1.75.
If in the end week, if the end week, her weekly savings become 20.75 year. അപ്പോൾ 5 ഫസ്റ്റ് വീക്ക് ഓരോ കൊല്ലം സേവിങ്സ് 1.25 വരെ കൂടും. അങ്ങനെ എന്ത് വീക്കിൽ അവർ 20.75 കിട്ടും ഇതിൽ എണ്ണൊക്കെ. അപ്പോൾ അടുത്ത പ്രോഗ്രഷൻ 5, കോമൺ ഡിഫറൻസ് 1.75, ലാസ്റ്റ് ടൈം 20.75. അപ്പോൾ എന്ത് ടൈം 20.75 അത് വെച്ച് എന്നിൻ്റെ വില കാണാം. ഈ രണ്ടെണ്ണം ഹോം.